ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പുതിയ ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ലൊരു സജ്ജിക ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അര സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ ക്രഷ്ഡ് ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, റെഡ് ചില്ലി എടുത്തോളൂ. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരം ഇതൊക്കെ ചെയ്ത് കഴിക്കാം. എപ്പോഴും ഇങ്ങനെ പുട്ട്, ഇഡലി, വത്തൽ ഇതൊക്കെ വേണമെന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം. നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഞാൻ സജ്ജിക ഉണ്ടാക്കുന്നുള്ളത്. ഉപ്പുമാവ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഇപ്പോൾ ആഡ് ചെയ്യാം. പിന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പ് കഴുകി വെച്ചിട്ടുണ്ട്. സ്റ്റെയിനറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഈ കപ്പിലാണ്, ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.25 കപ്പ് വെള്ളം എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ക്രഷ്ഡ് ചില്ലിയുടെ നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഫസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് എടുക്കുന്നില്ല, 1/4 കപ്പും കൂടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം ചൂടാവാൻ കാക്കണമെന്ന് ആവശ്യമില്ല. എന്നിട്ട് ഇതിലോട്ട് നമ്മുടെ ഈ നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ നല്ല അടിപൊളി സജ്ജിക റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു 4 മണി സ്നാക്കും ആണെങ്കിൽ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫീഡ്ബാക്സൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റ്സിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. നമുക്ക് സെർവിങ് പ്ലേറ്റ്സിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ വരുന്നുള്ളത്. അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ നല്ല കട്ടൻ ചായയിൽ കൂടിയിട്ട് തന്നു കഴിക്കും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ, ബൈ.